കാക്കനാട് പിന്നെ അറിയാം നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രൊജക്ടുകൾ ഉള്ളതാണ്. 6-7 വില്ല പ്രൊജക്ടുകൾ കറന്റ് ഉണ്ട്. ഇഷ്ടിക മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. കൊച്ചിയിൽ നിങ്ങളൊരു പ്രത്യേകത കൂടിയിട്ടുണ്ട്. അതെ അതെ. പക്ഷേ ഈവൻ നമ്മുടെ നാട്ടില് ഇപ്പൊ ഭയങ്കര റെന്റൽ ഇൻകം ഭയങ്കര കൂടുതലാണ്. അടിപൊളിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പാലാരിവട്ടം പോലൊരു സ്ഥലത്ത് നമുക്ക് ഇങ്ങനത്തെ 1 BHK 2 BHK ഒക്കെ വന്നു കഴിഞ്ഞാല് ഈവൻ നമുക്കൊരു 25,000 1 BHK 35,000 2 BHK ഈസിലി കിട്ടും ഫർണിഷ് ചെയ്ത് കൊടുത്താൽ. അതും പക്ഷെ സാധാരണ ഒരു മലയാളിയുടെ മനസ്സുകൊണ്ട് കാണരുത്. കിട്ടുമെന്ന് പറയുമ്പോൾ അത്രയൊക്കെ കിട്ടുമെന്നുള്ള ചോദ്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാധാരണ മലയാളിയുടെ മനസ്സിൽ കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ സിൽവർ സാൻഡ് ഐലൻഡിൽ 1 BHK ഉള്ള ഒരു പ്രോജക്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി അന്വേഷിക്കാം അവിടെ എന്ത് റേറ്റിനാ പോകുന്നത്. അതായത് ഈ കൊച്ചിയിൽ പല ആവശ്യങ്ങൾക്കും വരുന്ന ആളുകൾ ഉണ്ടാവും. കേരളത്തിൽ നിന്ന് പുറത്ത് വരുന്ന ആളുകളുണ്ട്. കോളേജസിന് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പിനൊക്കെ വരുന്ന ആളുകളാണ്. അവർക്ക് യൂഷ്വലി എന്താ ചെയ്യുക, ഏതെങ്കിലും ഹോട്ടൽസിൽ ആഴ്ചയിൽ ഒരു ദിവസം വരും, ഓരോ ഹോട്ടലിൽ വലിയൊരു എമൗണ്ട് കൊടുത്ത് താമസിക്കുന്നു. ഇത് തന്നെ മന്തിൽ ആ ഒരു എമൗണ്ടിനേക്കാളും കുറച്ച് കിട്ടുക ചെയ്യുന്നത്. അവരത് നോക്കില്ല, അവരവർ ചെയ്യുന്നു. പിന്നെ അത് 1 വർഷത്തെ 2 വർഷത്തെ പ്രോഗ്രാം ആയിരിക്കുമല്ലോ അവർക്ക്. 2 വർഷത്തിന് എമൗണ്ട് ആണെങ്കിൽ അവർ ഓക്കെയാ, മനസ്സിലായി. പിന്നെ ഈ പറഞ്ഞ പോലെ സാധാരണ ഒരു മലയാളിയുടെ മൈൻഡ് സെറ്റ് മാറ്റി കഴിഞ്ഞാൽ തന്നെ അത് കിട്ടുന്നതാണ്. നമ്മളിപ്പോ നമ്മുടെ മാറ്ററിൽ നിന്ന് നമ്മൾ കുറച്ച് തെന്നിപ്പോയി. പാലാരിവട്ടം ജംഗ്ഷനിൽ നമുക്ക് നമ്മൾ നേരെ പോകണ്ട, നമുക്കൊന്ന് ലെഫ്റ്റ് എടുത്തിട്ട് ഒന്ന് കാക്കനാട് വഴി പോയി നോക്കാം. പുതിയ മെട്രോ. അതെ, വാഴക്കാല മെട്രോ സ്റ്റേഷൻ ഒരു 1/2 കിലോമീറ്റർ നമുക്കൊരു പ്രൊജക്ട് ഉണ്ട്. അടിപൊളി. അത് കഴിഞ്ഞിട്ട് കാക്കനാട് എത്തി. കാക്കനാട് പിന്നെ അറിയാം നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രൊജക്ടുകൾ ഉള്ളതാണ്. 6-7 വില്ല പ്രൊജക്ടുകൾ കറന്റ് ഉണ്ട്. അതിൽ ഓൾമോസ്റ്റ് എല്ലാം സോൾഡ് ഔട്ട് ആണ്, കംപ്ലീറ്റഡ് ആണ്. അതായത് നമ്മുടെ വീഗാലാൻഡിന്റെ ബാക്ക് സൈഡിൽ എബവ് ദ ഹിൽ, എബവ് ദ വേൾഡ്, നമ്മള് ഒരു വർഷം മുമ്പ് ചെയ്ത വീഡിയോ. ഒരു റിസോർട്ട് തീമിൽ റോഡ്, അടിപൊളി പ്രൊജക്ട്, ഭയങ്കര വ്യൂ ഉള്ള. ഓൾമോസ്റ്റ് സോൾഡ് ഔട്ട് ആണ്. ലിമിറ്റഡ് യൂണിറ്റ്സ് മാത്രം, 2 യൂണിറ്റ്സ് മാത്രമേ അവൈലബിലിറ്റി ഉള്ളൂ. വർക്കുകളെല്ലാം ഓൺഗോയിങ് ആയി നടന്നുകൊണ്ടിരിക്കുന്നു. റെഡ് ബ്രിക്ക് വെച്ചിട്ടുള്ള ഇഷ്ടിക മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. കൊച്ചിയിൽ നിങ്ങളൊരു പ്രത്യേകത കൂടിയിട്ടുണ്ട്. അതെ അതെ. അതായത് നമ്മള് എന്താ പറയാ, വീട് എന്ന് പറയുന്നത് എങ്ങനെ പോയാലും ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു സാധാരണ അല്ല, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒന്നോ ചില ആളുകൾക്ക് 2 or 3 ഉണ്ടാവും. ഒരെണ്ണം എന്ന് പറയുമ്പോൾ അത് നമ്മള് ജീവിക്കുകയാണ് അതിൻ്റെ അകത്ത്. അപ്പൊ അതൊന്ന് ഇരുന്ന് ജീവിക്കണം. അതിന് പകരം നമ്മൾ ഈ ചൂടുകട്ട വെച്ചിട്ട് ഇടയ്ക്ക് ചൂട് വരുന്നു, അല്ലെങ്കിൽ ഇടയ്ക്ക് കംപ്ലൈൻസ് വരുന്നു. ഇഷ്ടിക എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു നാച്ചുറൽ ഫീലാണ്. അതായത് നാച്ചുറൽ AC എന്ന് പറയാം. സുഖമാണ് ആക്ച്വലി. പിന്നെ സ്ട്രോങ്ങും ആയിരിക്കും. നമ്മുടെ നാട്ടിൽ ചൂട് ഭയങ്കര കൂടുതൽ, 30 ഡിഗ്രി വരെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ എല്ലാ പ്രൊജക്റ്റുകളും, വില്ലാസ് ആണെങ്കിലും അപ്പാർട്ട്മെന്റ്സ് ആണെങ്കിലും നമ്മൾ പോർത്തോംബിക്സ് യൂസ് ചെയ്യുന്നത്. അതും എക്കോ ഫ്രണ്ട്ലി തന്നെയാണ്, നാച്ചുറൽ ബ്രിക്ക് ആണ്. ഈ എബവ് ദ വേൾഡില് നമുക്കിപ്പോ ഈ 2 അവൈലബിൾ ആണെന്ന് പറഞ്ഞില്ലേ, അത് നമുക്ക് എന്ത് പ്രൈസിംഗിലുള്ളതാണ്? നമുക്ക് മിനിമം അവിടെ ഒരു 1.2 CR മുതൽ സ്റ്റാർട്ട്. എത്ര സെന്റ്, എത്ര സ്ക്വയർ ഫീറ്റ്? നമുക്കൊരു 4 സെന്റ്സും ഒരു 2000 സ്ക്വയർ ഫീറ്റ് വില്ലൊക്കെ ആകുമ്പോൾ ഒരു 1.2 CR നമുക്ക് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റാർട്ടിങ് ആട്ടോ. പിന്നെ ഇപ്പൊ ചില കസ്റ്റമേഴ്സ് ഉണ്ടാവും വീട് കുറച്ച് ചെറുത് മതി, ലാൻഡ് കുറച്ചുകൂടി വേണം, അതിന് ഓപ്ഷൻ ഉണ്ട്. മനസ്സിലായി. അല്ല, ഇതൊരു ബേസിക് ഡീറ്റെയിൽസ് നമുക്ക് കസ്റ്റമേഴ്സ് കാണുന്നവർക്കുണ്ടല്ലോ, ഇതിനെ പറ്റി ഒരു ഐഡിയ വേണമല്ലോ. അപ്പൊ ഇത് ഈ വീഗാലാൻഡിന്റെ ബാക്ക് സൈഡ് ആണ്. നമുക്ക് ഈസിലി പള്ളിക്കരയിലേക്കും ഇൻഫോ പാർക്കിലേക്കും ഒക്കെ ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റും. ഓൾറെഡി ഇനി 2 യൂണിറ്റ് കൂടെ ഉള്ളൂ. എല്ലാ അമ്യൂണിറ്റീസ് ഉള്ള പ്രോജക്റ്റ് ആണ്. ആ ലൊക്കേഷൻ ശരിക്കും കാണണം. അതിന്റെ വ്യൂ ഒരു ഭയങ്കര വ്യൂ ആണ്. അതിനെ കുറിച്ച് പറയാം. ഹൈവേന്ന് നമ്മളൊരു റിസോർട്ട് തീമിലാണ് നമ്മൾ പ്രൊജക്ട് ഓരോ തീമാണ്. ഈ പ്രൊജക്ട് നമ്മൾ സെലക്ട് ചെയ്ത് കണ്ടെത്തിയതാ ഒരു റിസോർട്ട് തീമിൽ ചെയ്യാൻ പറ്റിയത്. ജസ്റ്റ് നമ്മൾ ആ റോഡ് കയറ്റം കയറി ചെന്ന് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്തുന്ന ഒരു ലോകത്താ. അവിടെ നമുക്കൊരു ഏകദേശം ഒരു 7 കിലോമീറ്ററിൽ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് വ്യൂസാണ് വരുന്നത്. അതായത് പച്ചപ്പും ഹരിതാപയും ഗ്രീനറിയാണ് ഫുള്ള്. പിന്നെ എനിക്ക് തോന്നുന്നു കാക്കനാട് കിട്ടാത്ത, കൊച്ചിയിൽ കിട്ടാത്ത ഒരു സംഭവം അവിടെ കിട്ടും, ഫ്രഷ് എയർ.